Hello മക്കളെ അങ്ങനെ ഫൈനലി നമ്മുടെ +1 മോഡൽ എക്സാം ബയോളജിയുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികളുടെ എക്സാം ഒക്കെ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മിസ്സിന്റെ പേപ്പർ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിൽ ഇല്ലാത്ത ടൈപ്പ് ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പഴയ ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ലൈവ് കണ്ട ആൾക്കാർക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതേ ഒട്ടും ലേറ്റ് ആക്കാതെ മിസ് വേഗം ആൻസർ കീ പറഞ്ഞുതരാം. അതുപോലെ ഇനി നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു കംപ്ലീറ്റ് പ്ലാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് 7:15 7:15 നമ്മുടെ എക്സാമിനറിൻ്റെ ചാനലിൽ ഒരു ലൈവ് ഉണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. സോ നമ്മൾ ആദ്യത്തെ ഇതിനകത്ത് മിസ് എടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ആണ് മിസ് ആദ്യം ആൻസർ കീ പറയണത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ മിസ്സാവുന്ന സമയത്ത് മിസ് അത് പറഞ്ഞില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട. ബാക്കിയുള്ളത് ATR മിസ് സ്നേഹാവസും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കേ, നമ്മുടെ ബോട്ടണിയിൽ ഹാലോ ഫൈൽസ് എക്സ്ട്രീം സോൾട്ടി ഏരിയയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്ന ആൾക്കാർ ആരാണ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള മാരത്തണിൽ ചെയ്തിട്ടുണ്ട്, തെർമോ എസിഡോഫൈൽസ് ആണ്. പിന്നെ ആസ്കോമൈസെറ്റ് സാക്ക് ഫംഗൈ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആരാണ്? നമ്മുടെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടേറോമൈസെറ്റ്സ് ആണ്. ദെൻ അടുത്ത നോക്കിക്കേ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് മിസ് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് ATR മിസ് സ്നേഹാമിസും ചെയ്യും കേട്ടോ. സോ നമ്മുടെ പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1 ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജ്. ഇന്നലെ ഇതേപോലത്തെ എല്ലാ സ്റ്റേജസിൻ്റെയും ലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രോസിംഗ് ഓവർ എവിടെയാണ് നടക്കുന്നത്? പാക്കറ്റീൻ സ്റ്റേജിലാണ്. ദെൻ നമ്മൾ അടുത്തത് റൈറ്റ് ദ യൂസസ് ഓഫ് ഡയറ്റമേഷ്യസ് എർത്ത്. എന്താണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്നും എഴുതണം. ആൻഡ് റൈറ്റ് ഇനി 2 യൂസസ് എന്ന് എഴുതണം. ദ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ യൂസസ് ചോദിച്ചു കഴിഞ്ഞാൽ പോളിഷിങ്ങും അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഇതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ വേണ്ടി പറ്റും. സെൽ വാൾസ് ഓഫ് ഡയറ്റംസ് ഇൻഡെസ്ട്രക്റ്റബിൾ ആണ്, ദേ ആർ സിലിക്കേഷ്യസ് ആണ്. അപ്പോൾ ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് അവർ അടിഞ്ഞുകൂടിയിട്ടാണ് ഡയറ്റമേഷ്യസ് എർത്ത് ഫോം ചെയ്യുന്നതെന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ എന്റെ ആൻസർ ആൻഡ് അതിൻ്റെ യൂസസ്. ദെൻ അടുത്ത നോക്കിക്കേ, നെയിം എനി 2 ഓർഗനൽസ് ഇൻക്ലൂഡഡ് ഇൻ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഇന്നലത്തെ ലൈവിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ ഇത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവാതെ ബസ് എക്സ്ട്രാ എടുത്ത് പറഞ്ഞതായിരുന്നു. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും 2 ആൾക്കാരെ എഴുതാൻ പറഞ്ഞാൽ ഇവർ 4 ആൾക്കാരുണ്ട്, ഏതെങ്കിലും 2 ആൾക്കാർ എഴുതാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി കോംപ്ലെക്സ്, അതും അല്ലാന്നുണ്ടെങ്കിൽ ലൈസോസോം, വാക്യൂൾ, അങ്ങനെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത നോക്കിക്കേ, വാട്ട് ആസ് പോളിറൈബോസോംസ്. പോളിറൈബോസോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഒരു സിംഗിൾ mRNAയുടെ മുകളിൽ ഒന്നിലധികം റൈബോസോംസ് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിറൈബോസോംസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫംഗ്ഷൻ, സാധാരണ റൈബോസോമിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പോൾ പോളിറൈബോസോംസിൻ്റെ ഒരു ഗുണം എന്താ? സിംഗിൾ mRNAയുടെ മുകളിൽ ഒന്നിലധികം പ്രോട്ടീൻസ് ഇങ്ങനെ അറ്റാച്ച് ആയി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സിംഗിൾ പ്രോട്ടീൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് അറ്റ് എ ടൈം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് പ്രോട്ടീൻ ക്യാൻ ബി സിന്തസൈസ്ഡ്. ദെൻ അടുത്തത് ഡിഫറൻഷിയേറ്റ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. എല്ലാ ലൈവിലും, അതായത് മാരത്തൺ ലൈവിലായിക്കോട്ടെ, പാർട്ട് 1 പാർട്ട് 2 ഷുവർ ക്വസ്റ്റ്യൻസിലായിക്കോട്ടെ, മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്ലിക്കും നോൺ സൈക്ലിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സൈക്ലിക്കിൽ ഇതേ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ, ഇവിടെയാണെങ്കിൽ നോൺ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ATP സിന്തസിസ് മാത്രമാണ്, നോൺ സൈക്ലിക്കിൽ ATPയും NADPHും ഉണ്ട്. ഇത് സ്ട്രോമ ലാമെല്ല, ഇത് ഗ്രാന. ആൻഡ് ഇവിടെ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ ഇല്ല, അതേപോലെ തന്നെ ഓക്സിജൻ റിലീസ് ഇല്ല. ഇവിടെ അത് രണ്ടും ഉണ്ട്. ഇവിടെ നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 പോയിന്റ് വെച്ച് എഴുതിയാൽ മതി. 3 മാർക്സ് ആണെങ്കിൽ ഒരു 3 to 4 പോയിന്റ്സ് എഴുതണം. ദെൻ അടുത്തത് നെയിം ദ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അനാറ്റമി സീൻ ഇൻ ദ ലീഫ് ഓഫ് C4 പ്ലാന്റ്സ്. ഇന്നലത്തെ ലൈവിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മെൻഷൻ എനി 1 പ്ലാന്റ് ദാറ്റ് ഷോ ദിസ് ടൈപ്പ് ഓഫ് ലീഫ് അനാറ്റമി. അപ്പോൾ അതെന്താണ് ഉത്തരം? ബണ്ടിൽ ഷീറ്റ് സെൽസ് എന്ത് ചെയ്യാണ്? മൾട്ടിപ്പിൾ ലെയേഴ്സ് ഫോം ചെയ്യാണ്. അത് തന്നെ തിക്കായിട്ടുള്ള വോളുള്ള സെൽസ് ആണ്. അവിടെ ക്ലോറോപ്ലാസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. നോ ഇന്റർസെല്ലുലാർ സ്പേസ്. ഓക്കെ, എക്സാമ്പിൾ മെയ്സും സോർഗും ഒക്കെ നമുക്ക് പറയാം. ദെൻ അടുത്തത് റൈറ്റ് ഡൗൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. അപ്പോൾ ഇന്നലത്തെ ലൈവിൽ നമ്മളത് മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മൈറ്റോസിസിൻ്റെ ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ മിയോസിസ് ആണെങ്കിൽ നമ്മുടെ ക്രോമസോം നമ്പർ ഓഫ് എ സ്പീഷീസ്, ഒരു സ്പീഷീസിൻ്റെ ക്രോമസോം നമ്പർ നമുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസിംഗ് ഓവർ ഒക്കെ നടക്കുന്നതുകൊണ്ട് വേരിയേഷനെ സഹായിക്കുന്നുണ്ട്. വേരിയേഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യും? വേരിയേഷൻ ലീഡ്സ് ടു എവല്യൂഷൻ.
എവല്യൂഷൻ. പിന്നെ നമ്മുടെ മൈറ്റോസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്, റീപെയറിംഗ് ഓഫ് ടിഷ്യൂസിന്, അതുപോലെ തന്നെ നമുക്ക് ഡോട്ടർ സെൽസിൽ ഐഡൻറ്റിക്കൽ ക്രോമസോം നമ്പറുള്ള ഡോട്ടർ സെൽസ് ഉണ്ടാക്കാൻ, പിന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഡിവിഷൻ. ഇതിലേതെങ്കിലും രണ്ടെണ്ണം പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഇസ് ഫോംഡ് അക്രോസ് ദ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡ് ഇൻ ദ പ്രോസസ് ഓഫ് ATP സിന്തസിസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. നമ്മുടെ കെമിയോ ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഫോം ചെയ്യുന്നത്? എനി 3 റീസൺസ് ആണ്. ഓക്കെ, എനി 3 റീസൺസ് എന്ന് പറയുമ്പോൾ ഒന്ന് വാട്ടർ സ്പ്ലിറ്റിംഗ്. ഓക്കെ, വാട്ടർ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് ല്യൂമനിലേക്ക് ഹൈഡ്രജൻ അയോൺസിൻ്റെ റിലീസ്, പിന്നെ നമ്മുടെ NADPHൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് സ്ട്രോമയിൽ നിന്നാണ് ഹൈഡ്രജൻ അയൺസ് എടുക്കുന്നത്, അപ്പോൾ സ്ട്രോമയിൽ ഹൈഡ്രജൻ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. പിന്നെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഈ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പം അവരെന്താണ് സ്ട്രോമയിൽ നിന്ന് ഹൈഡ്രജൻ എടുക്കുന്നുണ്ട്. കാരണം ഈ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ആർ നോ മോർ ഇലക്ട്രോൺ ക്യാരിയേഴ്സ്, ദേ ആർ ഹൈഡ്രജൻ ക്യാരിയേഴ്സ്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? ഒരു ഹൈഡ്രജൻ കൊടുത്താലാണ് അവർ ഇലക്ട്രോണിനെ പാസ് ചെയ്യുക. ദെൻ അടുത്തത് നമ്മുടെ സുവോളജിയുടെ സെക്ഷനാണ് കേട്ടോ. നമ്മുടെ ലിവിങ് വേൾഡിൻ്റെ ക്ലാസിക് ക്വസ്റ്റ്യൻ, നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കി. അപ്പോൾ ഇവിടെ നമുക്ക് ദ സ്പീഷീസ് അല്ലേ, കീപ് പോട്ട് ക്ലീൻ. അപ്പോൾ ഇവിടെ ക്ലാസ് ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. അപ്പോൾ ഇവിടെ ഫാമിലി, 1 മാർക്ക്, സിമ്പിൾ. അടുത്തത് ബാക്കിയെല്ലാം തന്നെ ATRMSൻ്റെ സ്നേഹാമസിൻ്റെ സെഷൻ എന്നാണ് 2, 3, 4 ഒക്കെ വന്നിട്ടുള്ളത്. 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മുടെ സിഗ്മോയിഡ് കർവിന് അവരൊരു 1 മാർക്കിൽ നിർത്തിക്കളഞ്ഞു അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സിഗ്മോയിഡ് കർവിൻ്റെ പേരെന്താണെന്നാണ്. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. ദെൻ അടുത്തത് ഇത് നമ്മുടെ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു മോർണിംഗ് ബൂസ്റ്ററിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, നമ്മുടെ സീലം. ഏതാണ് ഇങ്ങനെ ഇന്നലത്തെ ലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡയഗ്രാം വെച്ചിട്ട് അല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പൗച്ച് പോലെ കാണുന്നത് ഏതാ? സ്യൂഡോസീലം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്യൂഡോസീലം കാണിക്കുന്ന 2 എക്സാമ്പിൾസ് എഴുതാനാണ്. അപ്പോൾ നമ്മുടെ സ്യൂഡോസീലം അസ്കാരസും ഉണ്ട്, ആൻസൈലോസ്റ്റോമ ഉണ്ട്. ദെൻ അടുത്തത് ഇത് നമ്മുടെ കോഡേറ്റയുടെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ കോഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം, യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ, വേർട്ടബ്രേറ്റ. അപ്പോൾ ഇവിടെ സെഫാലോ കോഡേറ്റ ആൻഡ് എഗ്നാത്ത കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ നമ്മുടെ 2 ഡിവിഷൻ അല്ലേ. എഗ്നാത്ത എന്ന് പറയുമ്പോൾ നാത്ത ഇല്ലാത്ത ആൾക്കാർ, അപ്പോൾ നാത്ത ഉള്ളവരാരാ? നാത്തോസ്റ്റൊമാറ്റ. ഓക്കെ, ദെൻ ഗിവ് 1 എക്സാമ്പിൾ ഫോർ യൂറോ കോഡേറ്റ. അപ്പോൾ നമ്മുടെ ദാസ് യൂറോപ്പിൽ പോയി അല്ലേ, ദാസ് യൂറോപ്പിൽ പോയി. അപ്പോൾ ഡോളിയോളം എഴുതാം, SED എഴുതാം, സാൽപ്പ എഴുതാം, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഈ ഒരു സുവോളജിയുടെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് 1ഉം 2ഉം മാർക്സ് ഒക്കെ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്കാണ്. അപ്പോൾ മൊലസ്കിക്കാണ് റാഡുല ഉള്ളത്, ടീനോഫോറയ്ക്കാണ് കോംപ്ലേറ്റ്സ് ഉള്ളത്, ഹെമികോഡേറ്റയുടെ എല്ലാ നിഡോബ്ലാസ്റ്റ്, എനിലിഡയുടെ എല്ലാ മാൽപീജിയൻ ട്യൂബ്യൂൾ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് ഓപ്ഷൻ എയും സിയും ആണ്. ദെൻ Erythroblastosis fetalis is famous case of RH incompatibility in humans. What will be the blood group of mother and fetus with respect to RH antigen? അമ്മ എന്തായിരിക്കും? RH നെഗറ്റീവും കുഞ്ഞ് RH പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തെടുക്കണം? ഒരു പ്രത്യേകതരം ആൻറ്റിബോഡി അല്ലേ, RH ആൻറ്റിബോഡി ഇഞ്ചെക്ഷൻ എടുത്താൽ മതി. അതായത് അമ്മയുടെ ശരീരത്തിൽ RH ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഫോം ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ്, അതിനൊരു പ്രത്യേക പേരുണ്ട്, ആ പേര് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. രോഗം ആൻറ്റിബോഡി എന്നാണ് പറയാം. ഓക്കെ, ആ ഒരു ആൻറ്റിബോഡീസാണ് RH ആൻറ്റിബോഡീസിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മതി. പ്രഗ്നൻസിൻ്റെ 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഈ ഇഞ്ചെക്ഷൻ എടുക്കും. ഇനി നമ്മുടെ ECGനെ അവർ ഇപ്രാവശ്യം കേവൊക്കെ വിട്ടിട്ട് പകരം ഡയറക്റ്റായിട്ട് ഇങ്ങനെ ടേബിൾ പോലെയാണ് ചോദിച്ചത്. ഫുൾ ഫോം ഓഫ് ECG ഇന്നലെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഗ്രാഫ് എന്ന് എഴുതരുത്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. പിന്നെ ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് വേവ്സ് ഒബ്റ്റെയിൻഡ് ഇൻ ECG ഡ്യൂറിങ് ദ ഫോളോയിങ് ഈവൻറ്റ്സ്. ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ, P വേവ്, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, QRS കോംപ്ലക്സ്. മിസ് എല്ലാ വേവും വരച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് ഇതാണ് മിസ് പറഞ്ഞത്, ജസ്റ്റ് നിങ്ങൾ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, ജസ്റ്റ് കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്സ് കിട്ടുന്നതാണിത്. ഫോൾ ഇൻ GFR ക്യാൻ ആക്ടിവേറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ജസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്സ് ആണ്. ഓക്കെ, fall in GFR can activate JG cells to release renin. ശരിയാണ്. Angiotensin 2 എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് എ വാസോഡൈലേറ്റർ. അതെന്താണ്? ഇറ്റ് ഇസ് എ വാസോകൺസ്ട്രിക്ടർ ആണ്, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യുന്നുണ്ട്? GFR ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കാരണം വാസോ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ GFR കൂടും. ആൻജിയോടെൻസിൻ 2 ആക്ടിവേറ്റ് ദ എഡ്രീനൽ മെഡുല്ലേനെ അല്ല, എഡ്രീനൽ കോർട്ടെക്സിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഇതും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഈ 2 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ 2 മാർക്കാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ
നമ്മുടെ സ്വന്തം ആനിമൽ കിങ്ഡത്തിൽ നിന്ന് ഓരോ ഫൈലും ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് അവരുടെ സിമെട്രി പറയാം. ഓക്കെ, സോ ഇത് നമ്മുടെ പോറിഫെറ, ഇത് നമ്മുടെ ആർത്രോപോഡ, ദിസ് ഇസ് എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റയുടെ പറയുമ്പം അഡൾട്ട് റേഡിയൽ സിമെട്രിയും ലാർവ എന്താണ്, ലാർവ ബൈലാറ്ററൽ സിമെട്രിയാണ്. ജസ്റ്റ് അഡൾട്ട് പറഞ്ഞാൽ തന്നെ മതിയാവും. ഇനി ആർത്രോപോഡ ബൈലാറ്ററൽ സിമെട്രി ആണ്. പോറിഫെറയുടെ എന്താണ്, മോസ്റ്റ്ലി എസിമെട്രിക് ആണ്. ഓക്കെ, മോസ്റ്റ്ലി എസിമെട്രിക്, ചില ആൾക്കാർ റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട്. കഴിഞ്ഞു. ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടൈഡൽ വോളിയം ആൻഡ് റെസിഡ്വൽ വോളിയം. ഇന്നലത്തെ ലൈവിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊരാണത് ടൈഡൽ വോളിയം, റെസിഡ്വൽ വോളിയം. അപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് ഇൻസ്പയർ ചെയ്യുന്നതോ എക്സ്പയർ ചെയ്യുന്നതോ ആയിട്ടുള്ള വോളിയം ഓഫ് എയർ ആണ്. ആൻഡ് റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞാലോ, ഇത് ടൈഡൽ വോളിയം. ആൻഡ് റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് എയർ റിമെയിൻ ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പയറേഷൻ. ഫോഴ്സിബിൾ എക്സ്പയറേഷൻ കഴിഞ്ഞാലും ലങ്സിൽ ബാക്കിയുള്ളതാണ്. ഇനി വോളിയം ഓഫ് എയർ ഇൻവോൾവ് ഇൻ ബ്രീത്തിങ് മൂവ്മെൻറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിങ്. അപ്പോൾ നമുക്ക് ആ വോളിയം ഓഫ് എയർ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക, യൂസിങ് സ്പൈറോമീറ്റർ. ഓക്കെ, ദെൻ നമ്മുടേതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് സെഷൻ, അല്ല ഒന്നുകൂടെ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്രാ ഫിൽട്രേഷൻ അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ബ്ലഡ് ഫിൽട്ടേർഡ് ബൈ ദ കിഡ്നി പെർ മിനിറ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയം ഓഫ് ബ്ലഡ് ആണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു മാരത്തൻ്റെ സമയത്ത് മിസ് ഒരു മോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ് ആകെ 5 ലിറ്റർ ബ്ലഡ് അല്ലേ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്, പിന്നെ എങ്ങനെയാണ് 180 ലിറ്റർ ബ്ലഡ് ഫിൽട്രേഷൻ പെർ ഡേ ഉണ്ടാവുന്നതെന്ന്. അപ്പം മിസ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റിൽ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടാണ് 5 ലിറ്റർ. അതിൽ ആ ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യുന്ന 5 ലിറ്റേഴ്സിൽ 1100 to 1200 ml ഓഫ് ബ്ലഡാണ് നമ്മുടെ കിഡ്നിയിലേക്ക് വരുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി എന്താണ് നമ്മുടെ നോർമൽ GFR? 125 ml പെർ മിനിറ്റ് ആണ് നോർമൽ GFR വരുന്നത്. ഇനി പെർ ഡേ ചോദിക്കുകയാണെങ്കിൽ 180 ലിറ്റർ ആണ് പെർ ഡേ. Okay, then why is glomerular filtration is considered as an ultra filtration? അതിന് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാൻ കാരണം അത്രയും ഹൈ പ്രഷറിൽ നടക്കുന്ന ഫിൽട്രേഷൻ ആയതുകൊണ്ടും പിന്നെ അത് നമ്മുടെ ലാർജ് മോളിക്യൂൾസിനെ ഒന്നും അലൗ ചെയ്യുന്നില്ല പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ പിന്നെ ചെറിയ ചെറിയ പ്രോട്ടീൻസ് മാത്രമേ വരുള്ളൂ. ലാർജ് പ്രോട്ടീൻസ് ലൈക്ക് ഹീമോഗ്ലോബിൻ, ബ്ലഡ് സെൽസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫിൽട്ടേർഡ് ആവുന്നില്ല. പിന്നെ വളരെ തിന്നായിട്ടുള്ള മെംബ്രെയിനിലൂടെയാണ് ഈ ഫിൽട്രേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഗ്ലോമെറുലസിൻ്റെ ബ്ലഡ് കാപ്പിലറി, ബൊമാൻസ് ക്യാപ്സ്യൂളിലെ എൻഡോത്തീലിയം, അതിൻ്റെ ഇടയിലുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിൻ, അത്രയും തിന്നായിട്ടുള്ള മെംബ്രെയിനിലൂടെ ഹൈ പ്രഷറിൽ നടക്കുന്ന ഫിൽട്രേഷൻ ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് അൾട്രാ ഫിൽട്രേഷൻ. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, കെമിക്കൽ സിനാപ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലത്തെ ലൈവിലോ അല്ലെങ്കിൽ മോർണിംഗ് ബൂസ്റ്ററിലോ എന്തോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, നമ്മുടെ ഈ സെയിം ഡയഗ്രം ആണ്. നമ്മളോട് പാർട്സ് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുക, ഇവിടെ നമ്മുടെ ആക്സോൺ ടെർമിനൽ, ഓക്കെ, ഇവിടെ നമ്മുടെ സിനാപ്റ്റിക് വെസിക്കിൾ, ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, ദെൻ റിസെപ്റ്റർ. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി തീർന്നിട്ടില്ല. ബാക്കി ATRMSും സ്നേഹാമസും നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീ പറഞ്ഞു തരുന്നുണ്ടാകും. അതേപോലെ തന്നെ മക്കളെ ഇന്ന് വൈകിട്ടുള്ള ലൈവ് മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആൻസർ കീ കൂടെ ഒന്ന് കാണാം കേട്ടോ. ഹലോ എവ്രി വൺ, ഹലോ. യെസ്, അപ്പോൾ അതേ നമ്മുടെ +1 ബയോളജി മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റായിട്ട് തന്നെ പഠിക്കാം. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ 1 മാർക്കിന് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The ability of plant to follow different pathway in response to environment or phases of life to form different kinds of structure. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് പ്ലാസ്റ്റിറ്റി അല്ലെ, നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ആ ഡെഫിനിഷൻ ഇവിടെ തന്നിട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം, പ്ലാസ്റ്റിസിറ്റി.
ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് റെസ്പിറേറ്ററി കോഷ്യന്റ്. ഇത് നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ പാർട്ട് 1ലും പാർട്ട് 2ലൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചതാണ്. ആർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ് ദ ആർക്കി ഓഫ് ട്രൈപാൽമിറ്റിൻ ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ. അപ്പോൾ ട്രൈപാൽമിറ്റിൻ എന്ന് പറയുന്നത് ഒരു ഫാറ്റി ആസിഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അതൊരു ഫാറ്റ് അറിയില്ലെങ്കിലും ഇവിടെ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും 102 കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ 145 ഓക്സിജൻ ഗീവ്സ് എത്രയും നമുക്ക് കിട്ടുക? ഫാറ്റിൻ്റെ കേസിലാണെങ്കിൽ 0.7 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതായത് 102 കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ 145 ഓക്സിജൻ ഇസ് ഈക്വൽ ടു 0.7. ഓക്കെ, അപ്പോൾ ഫാറ്റിൻ്റെ കേസിലുള്ള ആർക്യു വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 0.7. ഓക്കെ, അപ്പോൾ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കാം, വാട്ട് ഈസ് എത്തിഫോൺ? റൈറ്റ് ഡൗൺ എനി ടു ആപ്ലിക്കേഷൻ ഓഫ് എത്തിഫോൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞതാണ് റൈറ്റ് എനി ടു യൂസസ് ഓഫ് എത്തിഫോൺ. അപ്പോൾ എത്തിഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എത്തിലിൻ. അത് എഴുതി കഴിഞ്ഞാൽ എത്തിഫോൺ കിട്ടി. ഇനി റൈറ്റ് ഡൗൺ എനി ടു ആപ്ലിക്കേഷനിൽ എന്തൊക്കെ എഴുതാം? എത്തിഫോൺ ഹാസ് ഡൺ ഫ്രൂട്ട് റൈപ്പനിങ് ഇൻ ടൊമാറ്റോസ് ആൻഡ് ആപ്പിൾ എഴുതാം. ഇറ്റ് പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബർ. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെയും ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വൈ അബ്സിസിക് ആസിഡ് ഇസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. ഇതും നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞതാണ്. വൈ അബ്സിസിക് ആസിഡ് ഇസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് പറയുന്നത്? ഇറ്റ് ഇൻക്രീസ് ദ ടോളറൻസ് ഇൻ ദ പ്ലാന്റ്സ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്. വേരിയസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്ട്രെസ്സസിൽ നിന്ന് പ്ലാന്റ്സിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അബ്സിസിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ ഇൻ സെല്ലാർ റെസ്പിറേഷൻ. ഇതൊരു മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സിഗ്നിഫിക്കൻസ് ഒന്നും നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇതുവഴി നമുക്ക് ഹൈ എനർജി ഇലക്ട്രോൺ ക്യാരിയേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് NADH, FADH2 പോലുള്ള ഹൈ എനർജി ഇലക്ട്രോൺ ക്യാരിയേഴ്സ് നമുക്ക് ഏതിലൂടെ കിട്ടുന്നുണ്ട്? ക്രബ് സൈക്കിൾ വഴി കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാം. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് കീ എൻഡ് പ്രോഡക്ട്സ്. എൻഡ് പ്രോഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് എല്ലാം നിങ്ങൾ എഴുതേണ്ടത്. എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്താ കിട്ടിയത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, NADH+ ഉണ്ട്, FADH2 കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഓൾസോ GTP അല്ലെ. GTPന്റെ പകരം നിങ്ങൾ ATP എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇതും കുറച്ച് മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കാം, നെയിം ദ ലൊക്കേഷൻ വേർ സിട്രിക് ആസിഡ് സൈക്കിൾ ടേക്ക് പ്ലേസ്. ഇത് ഈസിയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എവിടെ വെച്ചാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുന്നത്? വേർ ഡസ് ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്ലാന്റ് സെൽ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. അപ്പോൾ ഇതിൽ സി പാർട്ട് ഈസിയാണ്. ബിയും എയും നോക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് ഫില്ലിംഗ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സെക്കൻഡ് പെയർ. അപ്പോൾ കോക്സൽ ബോൺ എന്ന് പറയുന്ന പെൽവിക് ഗേർഡിൽ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ സ്കാപ്പിൽ എവിടെ പഠിച്ചിട്ടുണ്ട് നോക്കിക്കേ. നെയിം ദ യെസ്, അതെ, സെലക്ട് ദ ബോൺസ് ഇൻ ദ പെക്ചറൽ ഗേർഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരാ വരിക? ക്ലാവിക്കിളും സ്കാപ്പുലയാണ് വരുന്നത്. അപ്പോൾ സ്കാപ്പുല വരുന്നത് ഏതിലാണ്? പെക്ചറൽ ഗേർഡിൽ അല്ലെ. 2 ഗേർഡിൽ ബോൺസ് ആണുള്ളത്, പെൽവിക്കും പെക്ചറലും. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും, 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ഈ ഒരു ചോദ്യം, ഇത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത് നമുക്ക് തന്നിട്ടുള്ളത്, ഐഡൻറ്റിഫൈ ദ ഗ്ലാൻഡ് മാർക്ക്ഡ് ആസ് X ഇൻ ദ പിക്ചർ, നെയിം ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഇറ്റ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏത് ഗ്ലാൻഡാണ്? നമ്മുടെ തൈറോയിഡിന് ബാക്കിലായിട്ട് കാണുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് മീഡിയം ലെവലാണ്, ഇതുവരെ ചോദിക്കാത്തത് കൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? പാരാതൈറോയ്ഡ് ഹോർമോൺ. ഇത് എഴുതിയിട്ടുണ്ടോ?
ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ ഓഫ് റിബ് കേജ് ഇസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റിബ്സ് മാർക്ക്ഡ് ആസ് A and B. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിബ്സ് ഏതൊക്കെയാണെന്നുള്ളത് മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1st to 7th ആണെങ്കിൽ ട്രൂ റിബ്സ് ആണ്, 8, 9, 10 ആണെങ്കിൽ ഫോൾസ് റിബ്സ് ആണ്, 11, 12 എന്താണ് ഫ്ലോട്ടിംഗ് റിബ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1st to 7th പെയേഴ്സിന് ഏതാണ്? 1 മുതൽ 7 അത് ട്രൂ റിബ്സ്. അപ്പോൾ A എന്ന് പറയുന്നത് എന്ത് എഴുതണം? ട്രൂ റിബ്സ്. അല്ലെങ്കിൽ വേർട്ടിബ്രോസ് സ്റ്റേണൽ റിബ്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇനി 8, 9, 10 ഏതാണ്? ഫോൾസ് റിബ്സ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പിക്ചർ വെച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 1st to 7th ട്രൂ റിബ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ഇങ്ങനെ പ്രീവിയസ് ഇയറിലൊന്നും ചോദിച്ച് കാണാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കാം. ദ ഹോർമോണൽ ഡെഫിഷ്യൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോളോയിങ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് പാർട്ട് 1ലും പാർട്ട് 2ലും മോർണിംഗ് ബൂസ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് ഏത് ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്? ഇൻസുലിൻ ഡെഫിഷ്യൻസി. ഇനി ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണെങ്കിലോ വാസോപ്രസിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ADH ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, ആൻറ്റി ഡയററ്റിക് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് കാരണമായിട്ടുള്ളത്. അത് ഓൾറെഡി നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെഡി. ഇനി അടുത്ത നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ സെലക്ടിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഇൻ ദ ലിസ്റ്റ് ഫില്ലിംഗ് ദ പാർട്ട് ഓഫ് ഫ്രോഗ് ബ്രെയിൻ. ഇത് നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ കുറേ പേർക്ക് കുറച്ച് ഇതൊരു ഹാർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, ചില പേർക്ക് മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. മോർണിംഗ് ബൂസ്റ്റർ കണ്ടവർക്ക് അത് ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കിക്കോ ഇവിടെ കംപ്ലീറ്റ് ദ ടേബിൾ. ഫോർ ബ്രെയിനിൽ ആരൊക്കെയാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർ ബ്രെയിനിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓൾ ഫാക്ടറി ലോബ്, സെറിബ്രൽ ഹെമിസ്ഫിയർ, അൺപെയർഡ് ഡയൻസെഫലോൺ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഡയൻസെഫലോൺ എഴുതാൻ പറ്റും, അതേപോലെ തന്നെ സെറിബ്രൽ ഹെമിസ്ഫിയർ. ഓക്കെ, ഫ്രോഗിൽ ഇതുവരെ ചോദിക്കാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷേ നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മിഡ് ബ്രെയിനിൽ വരുന്നത് ഏതാണ്? ഒപ്റ്റിക് ലോബ്. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ. ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതിയ ഫ്രോഗിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ഫ്രോഗ് ഇത്തവണ എല്ലാ തവണയും ഫ്രോഗ് വളരെ ഈസി ആയിട്ടാണ് ചോദിക്കുക, പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് ബ്രെയിനിൻ്റെ ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. മിസ് കൃത്യമായിട്ട് നോക്കിക്കോ, അതേ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു? മോർണിംഗ് ബൂസ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ATR മിസ്സിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് ബുള്ളിഫോം സെൽസ്. ഇത് നിങ്ങൾക്ക് വാട്ട് ഈസ് ബുള്ളിഫോം സെൽസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ ATR മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇൻ ഗ്രാസസ് സർട്ടൻ അഡാക്സിയൽ എപ്പിഡെമൽ സെൽസ് അലോങ് ദ വെയിൻസ് മോഡിഫൈ ഇൻ ടു ലാർജ് എംറ്റി കളർലെസ് സെൽസ്. ഗ്രാസിൽ ചില എപ്പിഡെമൽ സെൽസ് എന്തായിട്ട് മാറുന്നുണ്ട്? ലാർജ് എംറ്റി കളർലെസ് സെൽസ് ആയിട്ട് മാറുന്നുണ്ട്. അതിനെയാണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ഹൗ ബുള്ളിഫോം സെൽസ് minimize the water loss in grasses. അപ്പോൾ നോക്കിക്കേ, വാട്ടർ ആൻഡ് ഇഫ് വെൻ ദേ ഹാവ് അബ്സോർബ് വാട്ടർ, അതായത് വെള്ളം അബ്സോർബ് ചെയ്യുമ്പോൾ തെർജ്ഡ് ആവും, അത് വീർത്ത് വരുന്നുണ്ട്. വെൻ ദേ ആർ ഫ്ലാസിഡ് ഡ്യൂ ടു വാട്ടർ സ്ട്രെസ് ദേ മേക്ക് ദ ലീവ്സ് കേൾ ഇൻവേർഡ് ടു മിനിമൈസ് ദ വാട്ടർ ലോസ്. വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഉള്ളിലോട്ട് കേൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പ്ലാസന്റേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഫിഗർ തന്നിട്ട് ഏതൊക്കെയാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്ലാസന്റേഷൻ എന്നുള്ളത്? അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾ വിത്തിൻ ദ പ്ലാസന്റ് ഓഫ് ദ ഓവറി, അതിനെയാണ് പ്ലാസന്റേഷൻ. ഇത് നിങ്ങൾക്ക് ATR മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഓരോന്ന് നോക്കിക്കേ. A എന്ന് പറയുന്നത് മാർജിനൽ ആണ്, B എന്ന് പറയുന്നത് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്, C എന്ന് പറയുന്നത് പെറൈറ്റിലാണ്, D എന്ന് പറയുന്നത് ഫ്രീ സെൻട്രൽ ആണ്, E എന്ന് പറയുന്നത് ബേസൽ ആണ്. ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. സിമ്പിളായിട്ട് എല്ലാ തവണയും പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺജോയിന്റ് ആൻഡ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ATR മിസ് വരച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, സൈലം ആൻഡ് ഫ്ലോയം വിത്തിൻ ദ വാസ്കുലാർ ബണ്ടിൽ ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ആൾട്ടർനേറ്റീവ് മാനർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇനി കൺജോയിന്റ് ആണെങ്കിലോ സൈലം ആൻഡ് ഫ്ലോയം ആർ ജോയിന്റ്ലി സിറ്റുവേറ്റഡ് അലോങ് ദ സെയിം റേഡിയസ് ഓഫ് ദ വാസ്കുലാർ ബണ്ടിൽ. അതാണ് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. എല്ലാവരും ഈ ചോദ്യം അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് the following column 1 with column 2. അപ്പോൾ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ATR മിസ് വെച്ചിട്ടുള്ളതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉള്ളൂ, പക്ഷേ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓൾറെഡി ATR മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ വോൾവോക്സിന് നേരെ എന്താണ്? അതൊരു ആൽഗിയാണ്. പൈനസ് ആണെങ്കിൽ അത് ജിംനോസ്പേം ആണ്. സാൽവീനി ആണെങ്കിൽ അത് ചെറിഡോഫൈറ്റ് ആണ്. വോൾഫി ആണെങ്കിൽ അത് ആൻജിയോസ്പേം ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, കാരണം ATR മിസ് സെറ്റാക്കിയിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് വെച്ചിട്ടുള്ളതാണ്. 2 amino acids are shown. Identify
ഐഡന്റിഫൈ എ ആൻഡ് ബി. നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ. അപ്പോൾ എ എന്ന് പറയുന്നത് ഏതാണ് ഇതിൽ? ഗ്ലൈസിൻ ആണ്. ബി എന്ന് പറയുന്നത് അലാനിൻ ആണ്. ഓക്കെ, അതെ നമ്മുടെ ഗ്ലൈസിനും അതുപോലെ തന്നെ അലാനിനും ഒക്കെ ATR മിസ് ഇതേ മോർണിംഗ് ബൂസ്റ്ററിൽ വരച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ATR മിസ് ഇതേ പറഞ്ഞു തന്നിട്ടുണ്ട്. നെയിം ദ പ്രോട്ടീൻ എനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു ദ സെൽ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, കൊളാജൻ എന്ന് പറയുന്നത് ഇന്റർ സെല്ലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. GLUT4 എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ആണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഹോർമോൺ ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കെമിക്കൽ കോർഡിനേഷനിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ ട്രിപ്സിൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു എൻസൈം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എൻസൈം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എസ് റെഡ്യൂസ്ഡ്, എസ് ഓക്സിഡൈസ്, എക്സ് ഓക്സിഡൈസ്, എസ് റെഡ്യൂസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പോൾ ഏതായിരിക്കും? ഓക്സിഡേഷനും റിഡക്ഷൻ നടക്കുന്നത് കൊണ്ട് ഓക്സിഡോ റിഡക്റ്റേസ് ആണ് ആദ്യത്തെ എൻസൈം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിക്കേ, ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ, ഇത് എസ് ഇതെന്തായിട്ട് മാറി? S+SG ആയിട്ട്, അതായത് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതാണ്? ട്രാൻസ്ഫറേസ് ആണ് രണ്ടാമത്തെ ആൾ വരുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ സെയിം സാധനത്തെ ATR മിസ് എത്ര ചിരിച്ച് പറയുന്നുണ്ട്, ഇത് ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെംസ് ഓർ ബ്രാഞ്ച്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ഫിലോടാക്സി. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കാം. സ്റ്റോർഡ് ഫുഡ് ഇൻ റൊഡോഫൈസിയെ. നോക്കിക്കേ, ദ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ പ്രസന്റ് ഇൻ റൊഡോഫൈസിയെ. ATR മിസ് മോർണിംഗ് ബൂസ്റ്ററിലല്ലേ പാവം നമ്മുടെ ATR മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേതാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ എന്ന് പറയുന്ന ഒരു ഗ്രേഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് എന്താണ് ഇതുവരെ ചോദിക്കാത്ത രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക മക്കളെല്ലാവരും നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആയിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ടതിന് എന്തായാലും റിസൾട്ട് ഉണ്ട്. കാരണം നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം മോർണിംഗ് ബൂസ്റ്ററും കണ്ടവർക്ക് എന്തായാലും ഒരു അടിപൊളി മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വേഗം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇനി വരുന്ന നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഉഷാറാക്കുക. ലവ് യു ഓൾ. ബൈ ബൈ.